Hello dear students. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് കണ്ടു. ഏത് ടൈപ്പ് ഓഫ് പ്രോസസ്സിനാണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ആവശ്യമാണെന്നുള്ളത് പഠിച്ചു. ദെൻ വാട്ട് ആർ ദ റീസൺസ് ഫോർ പ്രൊവൈഡിങ് ആൻ എൻവയോൺമെൻറ്റ് ദാറ്റ് അലോസ് ഫോർ പ്രോസസ് കോപ്പറേഷൻ. നെക്സ്റ്റ് we are going to discuss the fundamental models of IPC. I have already said there are two fundamental models of IPC. First one is shared memory system, second one is message passing. Okay, shared memory system and message passing. Okay, shared memory system എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഷെയർഡ് മെമ്മറി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഈ ഫിഗർ നോക്കുവാണെങ്കിൽ സോ ഇവിടെ ഷെയർഡ് മെമ്മറിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, IPC യൂസിങ് ദ ഷെയർഡ് മെമ്മറി ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് കോഓപ്പറേറ്റിംഗ് പ്രോസസ് to establish a region of shared memory. അപ്പോൾ രണ്ട് പ്രോസസ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഷെയർഡ് മെമ്മറി ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ടൈപ്പ് ഓഫ് IPC മോഡൽ ഇസ് നോൺ ആസ് ഷെയർഡ് മെമ്മറി സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിവിടെ ഈ ഫിഗർ നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് പ്രോസസ്സ് എയും കാണാം, പ്രോസസ്സ് ബിയും കാണാം. ബട്ട് സപ്പോസ് പ്രോസസ്സ് എ നീഡ്സ് ടു ഷെയർ സം ഫയൽ ടു പ്രോസസ് ബി. ഇപ്പോൾ പ്രോസസ് എന് പ്രോസസ് ബിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോഓപ്പറേറ്റിംഗ് പ്രോസസ്സാണ് IPC മെക്കാനിസത്തിൽ ഇൻവോൾവ് ചെയ്യണമെന്നറിയാം. സോ ഇവിടെ പ്രോസസ് എ, when the process A wants to share some data with the process B, then the process A has to create. പ്രോസസ് എ എന്ത് ചെയ്യണം? ഒരു ഷെയർഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്യണം. അത് ഏത് പ്രോസസ്സാണ് വേറെ പ്രോസസ്സിന് മെസ്സേജ് അയക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ നോക്കാം, സെൻഡറും റിസീവറും. പ്രോസസ്സ് എ എന്ന് പറഞ്ഞ സെൻഡറും പ്രോസസ്സ് ബി എന്ന് പറഞ്ഞ റിസീവറും. അതായത് സെൻഡറായ പ്രോസസ്സ് എ എന്ത് ചെയ്യും? കുറച്ച് ഫയൽസ് അല്ലെങ്കിൽ കുറച്ച് ഡേറ്റ റൈറ്റ് ചെയ്യും ഈ ഷെയർഡ് മെമ്മറിയിൽ. ആദ്യം എന്താ ചെയ്യുന്നത്? ഈ ഷെയർഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്യും. ഇവിടുന്ന് ഒരു ഷെയർഡ് മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഓക്കെ, ഷെയർഡ് ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? സപ്പോസ് എ ആണ് സെൻഡറും ബി ആണ് റിസീവർ എങ്കിൽ ആദ്യം പ്രോസസ്സ് എ ചെയ്യുന്നത് ആദ്യം ഒരു ഷെയർഡ് സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ആ ഒരു ഷെയർഡ് സെഗ്മെൻറ്റിലോട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യും? ഷെയർഡ് സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ആ ഷെയർഡ് സെഗ്മെൻറ്റിലോട്ട് അറ്റാച്ച് ചെയ്യും. ദെൻ എന്ത് കണ്ടൻറ്റാണ് ബിയിലോട്ട് സെൻഡ് ചെയ്യേണ്ട ആ ഡേറ്റ റൈറ്റ് ചെയ്യും ഈ ഷെയർഡ് സെഗ്മെൻറ്റിൽ. സോ എനിക്ക് ബിക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? ആ ഡേറ്റ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? ത്രൂ ദിസ് ഷെയർഡ് സെഗ്മെൻറ്റ്. അപ്പോൾ ബി എന്താ ചെയ്യുന്നത്? ബി ഈ ഒരു ഷെയർഡ് സെഗ്മെൻറ്റിലോട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, ബി എന്ത് ചെയ്യും? ഈ ഒരു ഷെയർഡ് സെഗ്മെൻറ്റിലോട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് പെൻ ഡ്രൈവ് നിങ്ങളുടെ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അറ്റാച്ച് ടു ഇറ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു ഡേറ്റ അതിൽ നിന്ന് കോപ്പി ചെയ്യണം. അപ്പോൾ എനിക്കൊരു ഡേറ്റ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു ഷെയർഡ് സെഗ്മെൻറ്റിലോട്ട് അറ്റാച്ച് ചെയ്യണം. അതായത് ഏതാണോ ഡേറ്റ റൈറ്റ് ചെയ്ത് അത് ഷെയർഡ് സെഗ്മെൻ്റ് അകത്തുണ്ട്. ഈ ഷെയർഡ് സെഗ്മെൻ്റ് അകത്തുണ്ട്. അപ്പം എനിക്ക് റിസീവർ, അതായത് പ്രോസസ്സ് ബിന് ആ ഡേറ്റനെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോസസ്സ് ബി ഹാസ് ടു അറ്റാച്ച് ടു ദിസ് ഷെയർഡ് സെഗ്മെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യാം? ദെൻ ദ പ്രോസസ് ബി ക്യാൻ റീഡ് ദ വാല്യൂ റിട്ടേൺ ബൈ ദ പ്രോസസ് എ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും കൺസെപ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ സെൻഡറായ പ്രോസസ്സ് എ എന്താണ് ചെയ്യുന്നത്? ഒരു മെമ്മറി മീൻസ് ആരാണോ ഡേറ്റ സെൻഡ് ചെയ്യുന്നത്, സെൻഡർ മസ്റ്റ് ക്രിയേറ്റ് എ ഷെയർഡ് സെഗ്മെൻറ്റ്. ഓക്കെ, ദെൻ അറ്റാച്ച് ടു ഇറ്റ്, and then attach
എന്നിട്ട് എന്താണ് ആ പ്രോസസ്സ് തന്നെ ഷെയർഡ് സെഗ്മെൻറ്റിലോട്ട് അറ്റാച്ച് ചെയ്യണം. ദെൻ റൈറ്റ് സം ഡേറ്റ ഇൻ ടു ദ ഷെയർഡ് മെമ്മറി സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റീഡ് ബൈ അനദർ പ്രോസസ്സ്. അപ്പോൾ അനദർ പ്രോസസ്സ് ഇസ് ബി, റൈറ്റ്? അനദർ പ്രോസസ്സ് ഇസ് ബി. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എന്ത് ചെയ്യും? തിരിച്ച് അറ്റാച്ച് ചെയ്യും. attach itself to the shared segment. Okay, attach itself to the shared segment, then read the value written by the process A. Okay, ഇതാണ് ഷെയർഡ് മെമ്മറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ മെസ്സേജ് പാസിംഗ് എന്ന സെക്കൻഡ് മോഡൽ ഇസ് മെസ്സേജ് പാസിംഗ്. മെസ്സേജ് പാസിംഗ് ഇത്രയേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ബൈ മീൻസ് ഓഫ് മെസ്സേജസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ കോപ്പറേറ്റിംഗ് പ്രോസസ്സ്. അതായത് ഈ പ്രോസസ്സ് തമ്മിൽ മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്താണ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ടു ഫണ്ടമെൻ്റൽ മോഡൽസ് ഓഫ് IPC ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഷെയർഡ് മെമ്മറി, സെക്കൻഡ് വൺ ഇസ് മെസ്സേജ് പാസിംഗ്. അപ്പോൾ ഷെയർഡ് മെമ്മറി നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. മെസ്സേജ് പാസിംഗ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, സോ പറഞ്ഞു ഷെയർഡ് മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? The IPC using the shared memory system requires cooperating process to establish a region of shared memory. അല്ലേ, ഷെയർഡ് മെമ്മറി വഴിയാണ് എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റിംഗ് പ്രോസസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Then typically shared memory resides in the address space of the process creating the shared memory segment. അതായത് ഏത് പ്രോസസ്സ്, സപ്പോസ് P1 എന്ന പ്രോസസ്സാണ് P1 ആണ് P2 എന്ന പ്രോസസ്സിൽ ഡേറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ P1 എന്ത് ചെയ്യണം? മസ്റ്റ് ക്രിയേറ്റ് എ ഷെയർഡ് സെഗ്മെൻറ്റ്. ഓക്കെ, ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ് P1 ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദ അതർ പ്രോസസ് വിഷ് ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് ദിസ് മെമ്മറി സെഗ്മെൻറ്റ് മസ്റ്റ് അറ്റാച്ച് ടു ദ അഡ്രസ് സ്പേസ്. അപ്പോൾ ഏത് പ്രോസസ്സിനാണ് അത് റിസീവ് ചെയ്യേണ്ടത്, ദാറ്റ് പ്രോസസ് മസ്റ്റ് ഓൾസോ അറ്റാച്ച് ടു ദിസ് ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ്. ഓക്കെ, നമുക്കറിയാം OS ഒരിക്കലും ഒരു പ്രോസസ്സിൻ്റെ വേറൊരു പ്രോസസ്സിൻ്റെ, അതായത് OS ഒരിക്കലും പ്രോസസ് P1 അല്ലേ ഒരു മെമ്മറി സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത്. OS വോണ്ട് അലോ അതർ പ്രോസസ് ടു ഷെയർ ദ അനദർ പ്രോസസ് മെമ്മറി സെഗ്മെൻറ്റ്. പക്ഷേ അതിൻ്റെ സൊല്യൂഷനാണ് അങ്ങനെ ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണോ? അല്ല. സോ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഷെയർഡ് മെമ്മറി കൺസെപ്റ്റിൽ കൂടെ നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ, ഒരു സിനാരിയോ നോക്കാം. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രോസസ് P1ഉം P2 രണ്ട് പ്രോസസ്സിന് ഡിഫറെൻറ്റ് അഡ്രസ് സ്പേസ് ആണ്. ഇപ്പോൾ P1 ഒരു ഡേറ്റ ഷെയർ ചെയ്യണം P2. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതാണ് അതിൻ്റെ ഫിഗർ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നോക്കിക്കേ, ഇതാണ് പ്രോസസ് P1 ഹാസ് സം ഡേറ്റ ടു ഷെയർ വിത്ത് P2. ഓക്കെ, അങ്ങനെ P1 എന്ത് ചെയ്യണം? P1 ആണ് P2ലോട്ട് സെൻഡ് ചെയ്യേണ്ടത്. സോ P1 മസ്റ്റ് ക്രിയേറ്റ് എ ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ്. ഓക്കെ, P1 ആണ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, P1 ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് എന്ത് ഡേറ്റയാണോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആണോ ഷെയർ ചെയ്യേണ്ടത്, അത് ആ ഒരു ഡേറ്റ ഈ ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റിലോട്ട് റൈറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലാക്കുക. നമ്മുടെ പ്രോസസ് P1, ഇതാണ് നമ്മുടെ ഷെയർഡ് സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ പ്രോസസ് P1 ആണ്. ഓക്കെ, ദെൻ പ്രോസസ് അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു പ്രോസസ് P2 എന്ത് ചെയ്തു? ഒരു ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഏത് ഡേറ്റയാണോ ടു ബി ഷെയർഡ് വിത്ത് എ പ്രോസസ് 2 അതിൽ റൈറ്റ് ചെയ്തു, ഷെയർഡ് മെമ്മറി സെഗ്മെൻറ്റിൽ റൈറ്റ് ചെയ്തു. ദെൻ P2 എന്ത് ചെയ്യും? P2 will read the information that is written by P1. എങ്ങനെ? ത്രൂ ദിസ് ഷെയർഡ് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യണമെങ്കിൽ ദിസ് P2 ഹാസ് ടു attach itself to the shared address space of P2. അതായത് P1 ക്രിയേറ്റ് ചെയ്ത ഈ ഷെയർഡ് റീജിയനിൽ P2 എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യണം. ഓക്കെ, P2 എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യണം. ഓക്കെ, P2 അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ P2 can read the data that is written by the P1. Okay, then last step is
പ്രോസസ്സ് അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, P1 P2 ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാം by reading and writing data in the shared segment of the process. അപ്പോൾ ഒരു ഷെയർഡ് സെഗ്മെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ പ്രോസസ്സ് P1 P2 എനിക്ക് P1 P2 എന്ത് ചെയ്യാം, ക്യാൻ എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ. ഓക്കെ, സോ ദിസ് ഈസ് വൺ എക്സാമ്പിൾ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ പറയുന്നത്. ഷെയർഡ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രോസസ്സുകൾക്കും ഇടയ്ക്ക് ഒരു മെമ്മറി റീജിയൻ ഷെയർ ചെയ്യും, ഒരു മെമ്മറി റീജിയൻ ക്രിയേറ്റ് ചെയ്യും, ഷെയർഡ് മെമ്മറി റീജിയൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഷെയർഡ് മെമ്മറി റീജിയനിലോട്ട് കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കോമൺ സ്പേസ് കൊടുക്കും. രണ്ട് പ്രോസസ്സിനിടയിൽ കോമൺ സ്പേസ്, ആ കോമൺ സ്പേസ് വഴിയാണ് മെസ്സേജസ് ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ പറയാം. എക്സാമ്പിൾ ഫോർ ഷെയർഡ് മെമ്മറി സിസ്റ്റം പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. അപ്പോൾ അതിൽ രണ്ട് പ്രോസസ്സ് ഉണ്ടാവും. പ്രൊഡ്യൂസർ, ഫോർ എക്സാമ്പിൾ രണ്ട് പ്രോസസ്സ്, പ്രൊഡ്യൂസറും കൺസ്യൂമറും. ഇപ്പോൾ പ്രൊഡ്യൂസർ കുറച്ച് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും, ആ പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റംസ് ആര് കൺസ്യൂം ചെയ്യും, കൺസ്യൂമർ. അപ്പം അസ്യൂം ദാറ്റ് ഈ രണ്ട് കൺസ്യൂമറും പ്രൊഡ്യൂസറും കൺസ്യൂമറും രണ്ട് പ്രോസസ്സാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും നീഡ്സ് ടു വർക്ക് കൺകറൻ്റ്ലി. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, ദേ മസ്റ്റ് യൂസ് ഷെയർഡ് മെമ്മറി. അപ്പം അതിനു വേണ്ടി ഈ ഷെയർഡ് മെമ്മറി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യണം, മസ്റ്റ് ഷെയർ എ കോമൺ മെമ്മറി സ്പേസ് അല്ലെങ്കിൽ കോമൺ മെമ്മറി സെഗ്മെൻറ്റ്. ദാറ്റ് ഏരിയ ഇസ് നോൺ ആസ് ബഫർ. ബഫർ ദാറ്റ് ഇസ്, ആ ബഫറിൻ്റെ അകത്ത് എന്താണ്, ഐറ്റം പ്രൊഡ്യൂസ്ഡ് ബൈ ദ producer is stored and from which the consumer consumes the item if needed. അപ്പോൾ ഈ ബഫറിൻ്റെ അകത്ത് പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ആര് കൺസ്യൂം ചെയ്യും, ആ ഒരു ബഫർ. ഓക്കെ, ഒരു ബഫറിൻ്റെ അകത്ത് പ്രൊഡ്യൂസർ, ഇതാണ് പ്രൊഡ്യൂസറെങ്കിൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അത് ആര് കൺസ്യൂം ചെയ്യും, ഇറ്റ് വിൽ ബി കൺസ്യൂംഡ് ബൈ ദ കൺസ്യൂമർ. ഓക്കെ, സോ അതാണ് ബഫർ എന്ന് പറയുന്നത്. Actually, this buffer will reside in the region of memory that is shared by both the process, that is both the consumer and the producer. Next, അറിയാം producer can produce one item while the consumer is consuming another item. ഓക്കെ, അതുകൊണ്ട് അതിനൊരു സിങ്ക്രണൈസേഷൻ ഉണ്ടാവണം. സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്, കൺസ്യൂമർ ഡസ് നോട്ട് ട്രൈ ടു കൺസ്യൂം an item that has not been produced. അതായത് ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ കൺസ്യൂമർ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഐറ്റത്തിനെ കൺസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. സോ അതൊരു ഈ പ്രൊഡ്യൂസറും കൺസ്യൂമറും മസ്റ്റ് ബി ഒരു സിങ്ക്രണൈസേഷനിലായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പറയാം ടു കൈൻഡ്സ് ഓഫ് ബഫർ ഉണ്ടെന്ന് പറയാം. ദാറ്റ് ഈസ് ബൗണ്ടഡ് ബഫർ ആൻഡ് അൺബൗണ്ടഡ് ബഫർ. ബൗണ്ടഡ് ബഫർ മീൻസ് നമുക്കൊരു ഫിക്സഡ് ബഫർ സൈസ് ഉണ്ടാവും. ആ ബൗണ്ടഡ് ബഫറിൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, ഫിക്സഡ് ബഫർ സൈസ്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ എനിക്ക് 1 2 3 4 5 ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സൈസേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, മസ്റ്റ് വെയിറ്റ് ടു പ്രൊഡ്യൂസ് ന്യൂ ഡേറ്റ ഇൻ ദ കേസ് ബഫർ ഇസ് ഫുൾ. ഇപ്പോൾ ബഫർ ഫുള്ളാണെങ്കിൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുണ്ടോ, ഇല്ല, മസ്റ്റ് വെയിറ്റ് ചെയ്യണം. ആൻഡ് ദ കൺസ്യൂമർ ഹാസ് ടു വെയിറ്റ് ടു കൺസ്യൂം ദ ഡേറ്റ ഇൻ കേസ് ബഫർ ഇസ് എംപ്റ്റി. അപ്പോൾ ബഫർ എം ടി ആണെങ്കിൽ കൺസ്യൂമർ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ബൗണ്ടഡ് ബഫറിൻ്റെ കേസിൽ. അൺബൗണ്ടഡ് ബഫറിൻ്റെ കേസിൽ ഒരു ലിമിറ്റ് ഉണ്ടാവത്തില്ല. ദാറ്റ് ഈസ് പ്രൊഡ്യൂസർ മേ ഗോ ഓൺ പ്രൊഡ്യൂസിങ് ദ ഡേറ്റ ബട്ട് ദ കൺസ്യൂമർ ഹാവ്. പക്ഷേ കൺസ്യൂമറിൻ്റെ കേസിൽ അവിടെ എന്താണ്, ബഫർ എം ടി ആകുമ്പോഴത്തേക്കും കൺസ്യൂമർ മേ ഹാവ് ടു വെയിറ്റ്. അപ്പോൾ ബോത്ത് ഇൻ ദ കേസ് ഓഫ് ബൗണ്ടഡ് ബഫർ ആൻഡ് അൺബൗണ്ടഡ് ബഫറിലും ദ കൺസ്യൂമർ ഹാസ് ടു വെയിറ്റ് ഇഫ് ദ ബഫർ ഈസ് എം ടി. ബഫർ എം ടി ആണെങ്കിൽ ഇപ്പം ഈ പറയുന്ന ഐറ്റം ഞാൻ 1 2 3 4 5 ഐറ്റംസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു, അപ്പോൾ ഓരോന്ന് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഫർ എം ടി ആണെങ്കിൽ കൺസ്യൂമർ എന്ത് ചെയ്യും, ഇറ്റ് ഹാസ് ടു വെയിറ്റ് അല്ലേ, until the producer produces the item. Okay, so these are all about the shared memory system. So interprocess communications actually ഏത് പ്രോസസ്സ് തമ്മിലാണ് ആവശ്യം വരുന്നത്, കോപ്പറേറ്റിംഗ് പ്രോസസ്സ് തമ്മിലാണ്.
എന്തിനാണ്? ഫോർ എക്സ്ചേഞ്ചിങ് മെസ്സേജസ് ബിറ്റ്വീൻ ദം. ഷെയർഡ് മെമ്മറി, 2 ഫണ്ടമെൻ്റൽ മോഡൽസ് ഓഫ് IPC ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ഷെയർഡ് മെമ്മറി സിസ്റ്റം ആൻഡ് മെസ്സേജ് പാസിംഗ്. ഷെയർഡ് മെമ്മറി സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? ഷെയർഡ് മെമ്മറി സിസ്റ്റത്തിനകത്ത് വരുന്നത് എങ്ങനെയാണ് കോപ്പറേറ്റിംഗ് പ്രോസസ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ബൈ മീൻസ് ഓഫ് ക്രിയേറ്റിംഗ് എ ഷെയർഡ് മെമ്മറി ഏരിയ. ആ ഷെയർഡ് മെമ്മറി ഏരിയ വഴി എന്തെങ്കിലും പ്രോസസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, this is all about shared memory system. We can discuss the message passing model of IPC in the next video. Thank you.